കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേര് വളരെ വ്യക്തമായി അറിയാം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ശക്തമായ പ്രതിഷേധത്തിലൂടെ, ശക്തമായ നിലപാടിലൂടെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഗവർണർ എന്ന തരത്തിലേക്കൊക്കെ പല ഇടങ്ങളിലും സാധാരണക്കാരനെ പോലെ കാണുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി മാറിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിന്റെ ഗവർണർ. കേരളത്തിന് ഇതിനു മുമ്പും ഗവർണർമാരുണ്ടായിരുന്നു, പക്ഷെ അവരെ ആർക്കും ഇതുവരെ അറിയില്ലായിരുന്നു. ബ്ലൂ ബുക്കിന്റെ നിയമങ്ങൾ പാലിക്കാതെ ഒരു പൊതു ഇടത്തേക്ക് ഒരു ഗവർണർ ഇറങ്ങിച്ചെല്ലുന്നു. അത് ശരിയോ തെറ്റോ? ജനാധിപത്യപരമായി കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ആക്രോശിച്ചുകൊണ്ട് കയറി ചെന്ന് അവിടെ കസേരയിട്ടിരുന്ന വലിയ സമരമുറകൾ കാണിക്കുന്നു. അത് ശരിയോ തെറ്റോ? ഇങ്ങനെയൊക്കെയാണ് സഭയ്ക്കുള്ളിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ, സഖാക്കന്മാർ മുറവിളി കൂട്ടുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ശരിയോ തെറ്റോ എന്തോ ആകട്ടെ, ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് തെറ്റാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് അതിലും വലിയ തെറ്റല്ലേ? ആരിഫ് മുഹമ്മദ് ഖാനെ നിയമസഭയിൽ വെച്ച, കേരളത്തിന്റെ ഗവർണറെ നിയമസഭയിൽ വെച്ച ടീച്ചറമ്മ, ഏത് ജി സുധാകരൻ ഒരു പൊതുവേദിയിൽ വെച്ച് പരിഹസിച്ച് പരിഹാസ്യത്തോടു കൂടി പറഞ്ഞ ടീച്ചറമ്മ, ഏത് ടീച്ചറമ്മ? ആരുടെ ടീച്ചറമ്മ? ആർക്കറിയാം ടീച്ചറമ്മയെ? ടീച്ചറമ്മ എന്നൊക്കെ ഒരാൾക്ക് പേരിടുമോ? ഒരമ്മയെ ടീച്ചറമ്മ എന്നൊക്കെ വിളിക്കുമോ എന്ന തരത്തിൽ പല രീതിയിൽ പരിഹാസം ഉയർത്തിയ ജി സുധാകരൻ പറഞ്ഞ അതേ ടീച്ചറമ്മ നിയമസഭയിൽ നിന്നുകൊണ്ട് പറയുന്നു കേരളത്തിന്റെ ഗവർണർ കീലേരി അച്ചുവാണെന്ന്. ഗവർണർ കീലേരി അച്ചുവാണെങ്കിൽ ജനാധിപത്യപരമായ പ്രതിഷേധം നടത്തിയ SFI പ്രവർത്തകർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് അവിടെ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ച ഗവർണർ കീലേരി അച്ചുവാണെങ്കിൽ വളരെ സമാധാനപരമായി റോഡരികിൽ നിന്നുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലതല്ലി പൊളിച്ചപ്പോൾ പഞ്ചപുച്ഛമടക്കി നിന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തു വിളിക്കണം എന്നാണ് BJP അനുഭാവികൾ അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത്. കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്. ഒരേ സംസ്ഥാനത്ത് ഒരേ പ്രവർത്തിക്ക് രണ്ട് നീതി. ഇനി രണ്ടുപേരും ചെയ്തത് തെറ്റാണോ? അല്ല. നവകേരള സദസ്സിന് മുമ്പിൽ ജനാധിപത്യപരമായ റോഡരികിൽ നിന്നുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധം നടത്തി മുദ്രാവാക്യം മാത്രം ഉയർത്തി നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലതല്ലി പൊളിച്ചപ്പോൾ അത് കണ്ടില്ല എന്ന് പറയുന്നു. അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുക്കുന്നു. ജാമ്യമുള്ള വകുപ്പിൽ കേസെടുത്തപ്പോൾ ഏരിയ സെക്രട്ടറി അവിടെ ചെന്ന് ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ കേസെടുപ്പിക്കുന്നു. അതേ രീതിയിലാണോ SFI പ്രവർത്തകർ തിരുവനന്തപുരത്തിന്റെ തെരുവോരങ്ങളിലും കൊല്ലത്തും സമരം നടത്തിയത്? അവർ തിരുവനന്തപുരത്തിന്റെ പല പ്രദേശങ്ങളിലും പട്ടമടക്കമുള്ള ഇടങ്ങളിൽ ഗവർണറുടെ വാഹനം വന്നപ്പോൾ ആ വാഹനത്തിന് നേരെ പോലീസുകാരുടെ ഒത്താശയോടുകൂടി കടന്നാക്രമിച്ചു ചെന്ന് ആ ഗവർണറുടെ വാഹനത്തിൽ ഇടിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം മുഴക്കുകയും അദ്ദേഹത്തെ യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ബന്ദവസ്ഥാക്കി നിർത്തുകയും ചെയ്തു എന്നാണ് ഗവർണർ പറയുന്നത്. അതുതന്നെയാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതും. ഇതിന്റെ ബാക്കി പത്രമായിരുന്നു കൊല്ലത്ത് നടന്നത്. അദ്ദേഹം അന്നേ താക്കീത് നൽകി, നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, ജനാധിപത്യപരമായ കരിങ്കൊടി പ്രതിഷേധം നടത്തിക്കോളൂ, പക്ഷേ എന്റെ വാഹനത്തിൽ തുടരുത്. ഇത് സർക്കാരിന്റെ മുതലാണ്. അതിൽ തൊടാനുള്ള അധികാരം ഇവിടുത്തെ SFI പ്രവർത്തകനോ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അനുയായികൾക്കോ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകൾക്കോ ഇല്ല എന്ന് അദ്ദേഹം പലവരും പറഞ്ഞു. എന്നിട്ടും കൊല്ലത്ത് വെച്ച് അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത് കൂടാഞ്ഞിട്ട് വാഹനത്തിൽ എന്തോ എടുത്തെറിഞ്ഞു. അത് എറിഞ്ഞപ്പോഴാണ് താൻ വാഹനം വിട്ട് പുറത്തിറങ്ങിയതും കസേരയിട്ട് ഇരുന്നതുമെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. ഇനി എന്തുകൊണ്ടാണ് ഗവർണർക്ക് ഇത്തരത്തിൽ വലിയ മുറവിളികൾ മുഴക്കേണ്ടി വരുന്നത്? ഇവിടുത്തെ സർക്കാരിന്റെ ജനദ്രോഹപരമായ കാര്യങ്ങൾ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, സാധാരണക്കാരായ ജനങ്ങളെല്ലാം തെരുവിലിറക്കി അവരെ കൊണ്ട് സമരം ചെയ്യേണ്ട തരത്തിലേക്ക്, സമരം ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക്, ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്ന തരത്തിലേക്ക് വളരെ ദുസ്സഹമായ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പക്ഷേ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കുവാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ഇവിടുത്തെ BJPക്കോ സാധിക്കുന്നില്ല. ആ സാധിക്കാത്ത കാര്യങ്ങളിൽ, തനിക്കെതിരുണ്ടായ പ്രശ്നങ്ങളിൽ ഒരു BJPയുടെയോ ഒരു പ്രതിപക്ഷത്തിൻ്റെയോ പിൻബലമില്ലാതെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. അദ്ദേഹം സമരങ്ങൾ നടത്തുകയാണ്. അദ്ദേഹം കസേരയിട്ടിരുന്നപ്പോൾ പറഞ്ഞത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെ വിളിക്കാനെന്നല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായെയും കേരളത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിവരമറിയിക്കാനാണ്. അദ്ദേഹത്തിന്റെ വഴിയിലൂടെ കൃത്യമായി പോകുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് കൃത്യമായി പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ കൃത്യമായി അറിയിക്കുന്നു. അപ്പോ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഗവർണറെ കീലേരി അച്ചു എന്ന് വിളിക്കുകയാണെങ്കിൽ
ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നവനെല്ലാം തല്ലിയൊതുക്കുകയും തനിക്കു വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലതല്ലി തകർത്ത അംഗരക്ഷകനെ നിയമത്തിന്റെ മുൻപിൽ ഹാജരാക്കാതെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തു വിളിക്കണമെന്നാണ് ഇവിടുത്തെ BJP-ക്കാരും ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും ചോദിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ ഉടനടി തന്ത്രപരമായി SFIയുടെ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ അധീനതയിലുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടോ മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടുന്ന തരത്തിൽ, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന തരത്തിൽ സമരങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയോ നേതാക്കന്മാരെയോ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചുവിടുന്ന തരത്തിലേക്കുള്ള പ്രവണതകളും പ്രവൃത്തികളുമാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടവും K സുധാകരനും ഒക്കെ പറയുന്നത്. സ്വന്തം മകൾക്കെതിരായുള്ള ഒരു ആരോപണം ഉയർന്നപ്പോൾ SFI പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള സമരങ്ങൾ ഉയർത്തിക്കാട്ടി വീണ വിജയനെതിരായുള്ള മാധ്യമ ശ്രദ്ധ പിന്തിരിപ്പിച്ചു വിടുകയാണ് മുഖ്യമന്ത്രി. വീണ്ടും അവർ ആ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. വീണ്ടും SFI ഉപയോഗിച്ച് ആ വാർത്ത മായ്ച്ചു കളയുന്നു. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്കെതിരെ വലിയ വിമർശനവുമായി എത്തിയിരിക്കുകയാണ്. SFIയുടെ പ്രവർത്തകരുടെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ ഇവിടുത്തെ ഗവർണർക്കെതിരായും വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായും സമരങ്ങൾക്ക് വിളിച്ചു കൊണ്ടുപോയി അവർക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് മർദ്ദനം വാങ്ങിക്കൊടുത്ത് അവരെ ജയിലറകളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഓടിയൊളിക്കുകയാണ് ആർഷോ എന്ന രൂക്ഷ വിമർശനമാണ് രക്ഷിതാക്കൾ ഉയർത്തുന്നത്. അതായത് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുകയാണ് ഇവിടുത്തെ ഭരണ സംവിധാനം, ഇവിടുത്തെ സഖാക്കന്മാർ, ഇവിടുത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ഇവിടുത്തെ മുഖ്യമന്ത്രി എന്നതാണ് പരക്കെയുള്ള ഒരു ആരോപണം. ഏത് തരത്തിലും സർക്കാരിനെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങളെയും പ്രതിഷേധങ്ങളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും SFIയുടെ പ്രവർത്തകരെ ഉപയോഗിച്ച് ഒരു വലിയ സമരം നടത്തി ശ്രദ്ധ തിരിച്ചുവിടുക എന്ന തന്ത്രപരമായ നീക്കത്തിനാണ് നിലവിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോകുന്നത്, നിലവിൽ ഇവിടുത്തെ ഭരണ സാഹചര്യങ്ങൾ പോകുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ പറയുന്നത്. തീർന്നില്ല, ഇനി ബജറ്റ് വരുന്നുണ്ട്. ബജറ്റിനെ പറ്റി ധനകാര്യ വകുപ്പ് മന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, ജനപക്ഷത്തു നിൽക്കുന്ന ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിലേക്കുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കുമോ വരുന്നതെന്ന്. കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ ദ്രോഹിക്കാമോ അത്തരത്തിൽ എല്ലാ മനുഷ്യനെ ദ്രോഹിക്കുന്നു. മനുഷ്യന് ഒരു ആവശ്യമില്ലാത്ത മുട്ടുസൂചിക്കും സേഫ്റ്റി പിന്നിന് അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം വില കുറയ്ക്കുകയും ബാക്കി അവശ്യ സാധനങ്ങളുടെ എല്ലാം വില കൂട്ടുകയും ചെയ്യുന്ന ഒരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് തന്നെ ആയിരിക്കുമോ ഇത്തവണ എന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് വളരെ രസകരമായൊരു മറുപടിയാണ്. ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഈ കേരളത്തിന്റെ ഉന്നമനം, കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരിക. കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ബജറ്റായിരിക്കും നിയമസഭയിൽ അവതരിപ്പിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അതായത് കരുതിയിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വിലയായിരിക്കും, വിലവർധനവ് തീർച്ചയായും ഉണ്ടായിരിക്കും. അതായത് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാമ്പത്തികപരമായ പിൻബലം ആവശ്യമാണ്. ആ സാമ്പത്തികപരമായ പിൻബലത്തിന് ഇവിടുത്തെ അവശ്യ സാധനങ്ങളുടെ അടക്കം വില കൂട്ടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളുടെയും വില കൂട്ടും, കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ വർത്തമാനം അദ്ദേഹം പറഞ്ഞത് കേരളീയത്തിന് വേണ്ടി ദൂർത്തടിച്ചപ്പോഴാണ്. കേരളത്തിന് വേണ്ടി ലക്ഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൂർത്തടിച്ചപ്പോൾ ആ ദൂർത്തൊക്കെ കേരളീയത്തിനെ ഒരു ബ്രാൻഡാക്കി മാറ്റി കേരളത്തിനെ അങ്ങ് വാനോളം ഉയർത്തുവാനാണെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എവിടെ വരെ ഉയർന്നു എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. സാധാരണക്കാരായ വൃദ്ധവയോധികർ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങുകയാണ്. കർഷകർ ആത്മഹത്യ ചെയ്യുകയാണ്. ലൈഫ് മിഷൻ പദ്ധതി അടക്കമുള്ള പദ്ധതികളെല്ലാം വെള്ളത്തിലാണ്. സർക്കാരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കാണ് സർക്കാർ നടപടികൾ പോകുന്നത്. സാമ്പത്തികപരമായി വട്ടപൂജ്യത്തിൽ നിൽക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. ആ സമയത്തും മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസിലെ കാലിത്തൊഴുത്തിനും ചാണകക്കുഴിക്കും ലിഫ്റ്റിനും അമിത സുരക്ഷയ്ക്കുമൊക്കെ വേണ്ടി ലക്ഷങ്ങളും കോടികളും ഉപയോഗപ്പെടുത്തുന്നു. സാധാരണക്കാരന് ഒരു സഹായവും ചെയ്യുന്നില്ല. ഈ ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായി. പ്രതിപക്ഷ പാർട്ടിക്കും BJPക്കും ഇതിൽ കൃത്യമായി ഒരു ശബ്ദമുയർത്തുവാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം കേന്ദ്രത്തിന്റെ മുകളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് തടിയൂരാമെന്ന് ഇവിടുത്തെ ഭരണപക്ഷം തീരുമാനിക്കുന്നത്. ആ ഭരണപക്ഷത്തിന്റെ തീരുമാനത്തോട് കടുത്ത എതിർപ്പ് പ്രതിപക്ഷം പ്രകടിപ്പിച്ചിരുന്നുവെന്ന്. അതായത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിന് പങ്കുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ അത് കേരളത്തിന്റെ ദൂർത്ത് കൊണ്ടുകൂടി വന്നതാണ് എന്ന് സമ്മതിക്കണം എന്നവർ പലരും പറഞ്ഞു. അത് ശരിയാണ് എന്ന് സമ്മതിക്കേണ്ട തരത്തിലേക്കാണ് സർക്കാരിന്റെ പോക്കുകൾ.
അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാമെന്ന് സർക്കാരിൻ്റെയും സർക്കാർ സംവിധാനത്തിൻ്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും തന്ത്രപരമായ ഒരു ചിന്ത പോകുന്നത്. അങ്ങനെ SFI പ്രവർത്തകരെ തെരുവിലടിച്ചുവിടുന്നു, DYFI പ്രവർത്തകരെ തെരുവിലടിച്ചുവിടുന്നു. ആ സമരങ്ങളുടെ പുറത്ത് മാധ്യമങ്ങളുടെ ശ്രദ്ധ വ്യതിചലിച്ചു വിടാമെന്ന് ഇവിടുത്തെ ഭരണകൂടം വിചാരിക്കേണ്ട എന്നും പ്രതിപക്ഷം തുറന്നടിക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് സമരത്തിന്റെ വലിയൊരു സാഗരം തന്നെയാണ്. ഭരണപക്ഷം കേന്ദ്രത്തിനെതിരായി സമരം ചെയ്യുന്നു, പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായി സമരം ചെയ്യുന്നു, കേന്ദ്രത്തിൽ BJP കോൺഗ്രസിനെതിരായി വലിയ പടപ്പുറപ്പാടുകൾ നടത്തുന്നു. എന്തായാലും സമരങ്ങളുടെ എല്ലാം ഒടുവിൽ സാധാരണക്കാരായ ജനങ്ങളെ കാണാതെ പോകരുതേ ഭരണപക്ഷമേ പ്രതിപക്ഷമേ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളോടെല്ലാം അപേക്ഷിക്കുന്നത്.